മറ്റൊരു പ്രധാനപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ വേദലക്ഷ്മിയും അതുപോലെ തന്നെ ശ്രീ മോഹൻലാലും നടത്തിയിട്ടുള്ള അവിടെ മോഹൻലാലിൻ്റെ എപ്പിസോഡ് കംപ്ലീറ്റ് ഞാൻ കണ്ടു. അതിൽ ചോദ്യം ചെയ്തിട്ടുള്ളത് അതിൽ രണ്ട് കാര്യമാണ് ചോദ്യം ചെയ്തിട്ടുള്ളത്. ഒന്ന്, ഒനിയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ചെറുപ്പക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇഷ്യൂ. അത് ഉറപ്പായിട്ടും വേദലക്ഷ്മിൻ്റെ ഭാഗത്തു നിന്ന് തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഒരു ദിവസം ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ ഒരു ദിവസം രാത്രിയിൽ ഇതുപോലെ തന്നെ 2 മണിക്കൂറിൻ്റെ ഒരു ലൈവ് ഷോ ആയിരുന്നു. അപ്പോൾ എനിക്ക് സമയമില്ല, രാത്രിയാണ്, നാളെ വർക്കിന് പോകേണ്ടതിൻ്റെ പേരിൽ ഞാൻ അങ്ങനെ കിടക്കുമ്പോൾ ഞാനത് ലൈവ് ഓൺ ചെയ്ത് വെച്ചിട്ട്, ലൈവ് അതായത് മുമ്പ് നടന്നതാണ്, ലൈവിൽ കാണിച്ചതാണ് അവർ, 2 മണിക്കൂറത്തെ ടൈം ഉണ്ട് ആ വീഡിയോക്ക്. ഞാനത് ഓൺ ചെയ്ത് ടാബിൽ വെച്ചിട്ട് ഹെഡ്ഫോണിൽ ഞാൻ കേൾക്കായിരുന്നു. അപ്പോൾ കേട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഉറങ്ങുമല്ലോ, ഒരു ഏകദേശം 20 മിനിറ്റോ അങ്ങനെ എന്തോ എടുത്തപ്പോൾ അത്രയും സമയം വരെ ഞാൻ കേട്ടതായിട്ട് ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ കണ്ണടച്ചു, ഞാൻ അങ്ങനെ ഉറങ്ങി. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഞാൻ പെട്ടെന്ന് ഞെട്ടി എണീക്കാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ എപ്പിസോഡിൽ ഒനിയിലിൻ്റെ കരച്ചിലുണ്ട്. ഒനിയിലിൻ്റെ കരച്ചിൽ ബിഗ് ബോസിൻ്റെ മുമ്പിൽ ചെന്ന് കേട്ട് എന്താ പറയുക, നായ ഒളിയിടും പോലെ ഒനിയിൽ കരയാണ്, പിടിച്ചാൽ കിട്ടാത്ത കരച്ചിലാണ്. ബിഗ് ബോസ് ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്, ഒനിയിൽ സമാധാനമായിട്ട് പോകും, ഒനിയിൽ സമാധാനമായിട്ട് പോകും എന്നിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് ഒനിയിൽ ഇല്ല, ബിഗ് ബോസ് എന്നുണ്ട്, ഒനിയിൽ കരയാനോടെ. അപ്പം ഞാനിങ്ങനെ ഉറപ്പായിട്ടും അയാളുടെ ഇമോഷൻസാണ്, ഉറപ്പായിട്ടും ഞാൻ കളിയാക്കല്ല. പക്ഷെ ഒരു വലിയൊരു മനുഷ്യൻ, ഇത്ര ബലം കുറഞ്ഞ ഒരാളാണോ ഒനിയിൽ ഞാൻ ചിന്തിച്ചു പോയി. കാരണം ഒനിയിൽ കുറച്ചുകൂടെ ശക്തി കാണിക്കേണ്ടതാണ്. കണ്ട കാഴ്ചയിൽ ആൾ നല്ല ശക്തനാണ്, പക്ഷെ അയാൾ ലോയനായിട്ടുള്ള ഒരാളായിരിക്കാം ഉറപ്പായിട്ടും. അതപ്പോൾ ആ വിഷയം സംസാരിച്ച് ലാലേട്ടൻ കുറ്റപ്പെടുത്തിയതിനോട് എനിക്ക് കുഴപ്പമില്ല, അത് നോർമലി വേണം. ഒരു എന്താ പറയുക, ആൺവിരോധത്തിൻ്റെ പുറത്തായിരിക്കണം അങ്ങനെ സംസാരിച്ചെന്ന് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഈ വേദലക്ഷ്മി ഞാൻ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, പരിപൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണ്. അതായത് മോഹൻലാൽ പറയുന്നുണ്ട്, മോഹൻലാൽ വന്നിട്ട് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിഗ് ബോസ് ഷോ എന്തിനു വേണ്ടി ഇറക്കിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമൂഹത്തിലുള്ള എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ട്, ഇപ്പോൾ എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ടും അവിടെ ആളുകളെ കൊണ്ടുവരാമെന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ ഈ ലെസ്ബിയൻസ് കപ്പിൾസിൻ്റെ കാര്യം ഞാൻ അവർക്ക് പരിപൂർണ്ണമായിട്ട് എതിരായിട്ടുള്ള ഒരാളാണ് ഞാൻ. കാരണം ആണും പെണ്ണും മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്, അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അല്ലാതെ ഇങ്ങനെ അസോസിയേഷൻ ഉണ്ടാക്കിയിട്ടും അല്ലെങ്കിൽ അതിലൊന്നും നമ്മളതിനൊക്കെ എതിരായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ അതിന് മുമ്പ് ഈ നൂറക്കും അതിലൊക്കെതിരെയും വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നമ്മളെ യൂട്യൂബ് ചാനലിൽ എടുക്കുന്നുണ്ട്. അവരെ എതിർക്കാൻ പാടില്ല എന്നുള്ളതാണ് മോഹൻലാലിൻ്റെ വാദം. ലാലേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ ചിന്തിക്കാൻ പോലും പാടില്ല. ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നായിരിക്കണം, ലാലേട്ടൻ്റെ ഇഷ്ടപ്രകാരം അയക്കണമെന്നില്ല. ലാലേട്ടൻ്റെ വീട്ടിൽ കയറ്റാതിരിക്കുക, എന്തോ ആയിക്കോട്ടെ. അവരെന്താ പറഞ്ഞത്, അല്ലെങ്കിൽ മസ്താനി എന്താ പറഞ്ഞത്, വേദലക്ഷ്മി എന്താ പറഞ്ഞത്, അത് നോർമലൈസ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല എന്നാണ് അല്ലേ. ഈ മോഹൻലാലിൻ്റെ ഒരു ചെറുപ്പകാലം എടുത്ത് നോക്കാം, അല്ലെങ്കിൽ മോഹൻലാൽ സിനിമ വരുന്ന കാലഘട്ടം എടുത്ത് നോക്കാം. ഇവിടെ ഈ പരിപാടികൾ ഉണ്ടായിരുന്നില്ല. ഇത് ശരിക്കും ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയിട്ടുള്ള ആൺകുഞ്ഞോ അല്ലെങ്കിൽ പെൺകുഞ്ഞോ അല്ലേ, മാതാപിതാക്കൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും. മോഹൻലാലിൻ്റെ വീട്ടിൽ ഒരാളുണ്ടെങ്കിലേ മോഹൻലാൽക്ക് അതിൻ്റെ വേദന മനസ്സിലാവുള്ളൂ. കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയതിനു ശേഷം എന്താണിത് അവർ പറഞ്ഞത്, ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് വലുതായപ്പോൾ ഞങ്ങളെ സ്വത്തം മനസ്സിലായി. സ്വത്തം എന്താണ്? സ്വത്തം കൊണ്ട് ചികിത്സിക്കണം, അതാ വേണ്ടത്. സ്വത്തം കിട്ടിപ്പോയി, അപ്പോൾ അവർക്ക് സ്വത്തം മാറി. എനിക്ക് യോജിക്കാൻ പറ്റില്ല. നമുക്ക് ഹോർമോൺസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് പരിഹാരം ഉണ്ടാക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വൈകൃതം, അതായത് ലൈംഗിക വൈകൃതം വല്ലതുണ്ടെങ്കിൽ അതിനും ചികിത്സക്ക് വിധേയമാവണം. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ നാട്ടിലുണ്ട് താനും. അതൊന്നും സ്വീകരിക്കാതെ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ ചിന്തിക്കുക? ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ആണിനെ കൂട്ടിയിട്ട് എൻ്റെ വീട്ടിൽ പോലെ, എൻ്റെ വീട്ടിൽ ഇത്തരം അവസ്ഥ എന്താ? ഞങ്ങൾ കഴിച്ച് 2 കുട്ടികളുണ്ട്, അതല്ല ഞാൻ ഉദാഹരണമായിട്ട് പറയുന്നു. ഞാൻ ഒരു ആണിനെ കൊണ്ട് എൻ്റെ വീട്ടിൽ പോയി, എൻ്റെ വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? നമ്മളെ കുട്ടികൾ, ഇപ്പോൾ നമുക്ക് കുട്ടികളുണ്ട്, അവർ നമ്മളൊരു ആൺകുട്ടി വേറൊരു ആൺകുട്ടിനെ കൂട്ടി വന്നാൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? ചിന്തിക്കാൻ പോലും പറ്റില്ല. അന്ന് പറഞ്ഞതുപോലെ തന്നെ ഓരോ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും മക്കളുടെ കാര്യത്തിൽ. അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, അവർക്ക് ഒരു കല്യാണം ആലോചിക്കണം, നമ്മുടെ പ്രകൃതി പറയുന്ന അനുസരിച്ച് കഴിഞ്ഞിട്ട് അവരെ കൊണ്ടുപോകണം. ഒരു പുരുഷനെ കല്യാണം കഴിപ്പിക്കണം, സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ഒരു പുരുഷനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം, ഒരു പുരുഷനാണെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകാൻ, അത് ഓരോ മാതാപിതാക്കളുടെയും സ്വപ്നമാണ്. അങ്ങനെ അവരുടെ കല്യാണപ്രായം എത്തി നിൽക്കുന്ന സമയത്ത് അവർ പറയാണ് എനിക്ക് വേറെ ഒരു പെണ്ണിൻ്റെ കൂടെയാണ് ജീവിക്കേണ്ടത്, എനിക്കൊരു പെണ്ണിനെ. ഏത് മാതാപിതാക്കളെ സമ്മതിക്കുക? ഏത് മാതാപിതാക്കൾ സമ്മതിക്കും? ഇപ്പോൾ ഈ മുഹമ്മദ് ജാസിമ അഹമ്മദ് എന്താ പറഞ്ഞിട്ട് ഒരു പെൺവേഷം കെട്ടിയിട്ടുള്ള ജാസിമിൻ്റെ കാര്യം നോക്കിയൊക്കെ, ഈ ആശി എന്ന് പറഞ്ഞിട്ടുള്ള ചെറുപ്പക്കാരൻ്റെ ഉമ്മ പറയുന്ന കേട്ടില്ലേ, ഏതൊരു പെണ്ണിനെ സ്നേഹിച്ചാലും കെട്ടിക്കുന്ന, ഇതൊരു ആണിനെ സ്നേഹിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. സമ്മതിക്കൂല. അവർ എത്ര വല്ല വേഷം കെട്ടിയാലും അതൊന്നും വീട്ടുകാർക്ക് സമ്മതിക്കാൻ പറ്റില്ല. അത് എത്ര പുരോഗമനവാദികളുണ്ടെങ്കിലും അവരെ വീട്ടിനകത്ത് ഉണ്ടായാലും അവരിത് ചെയ്തോട്ടെ, സപ്പോർട്ട് ചെയ്തോട്ടെ, അവരെ മക്കളെ കൊണ്ട് കെട്ടിക്കുക. എന്നാലും ഇതിനോട് വിയോജിപ്പുള്ള, എതിരഭിപ്രായമുള്ള ഒരുപാട് ആളുകളുണ്ട് സമൂഹത്തിൽ. ഭൂരിഭാഗം ആളുകളും ഇതിന് എതിർപ്പായിട്ടുള്ള ആൾക്കാരാണ്. ഒരിക്കലും സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരിക്കലും അനുവദിക്കാത്ത. അപ്പോൾ നിങ്ങൾ പറയും മാനുഷിക പരിഗണന. അവരെ അടിച്ചു കൊല്ലുന്നില്ല, നൂറാനെ ആദിലാനെ ആരും ഉപദ്രവിക്കണില്ല, ചീത്ത പറയണില്ല, അവരെ എവിടെയും എന്താ പറയുക നടത്തിക്കാൻ സമ്മതിക്കാതിരിക്കുക, അല്ലെങ്കിൽ അവരെ വഴിയിൽ ഉപദ്രവിക്കുക, ഒന്നുമില്ല. അവർ ജീവിച്ചോട്ടെ. പക്ഷെ ഞങ്ങളോട് അംഗീകരിക്കാൻ പറയരുത്, മനസ്സില്ല. ഞങ്ങളോട് അംഗീകരിക്കുക. അവർക്ക് അങ്ങനെ ജീവിക്കാനുള്ള അവകാശം ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ
അതിനോട് വിയോജിക്കാനുള്ള അവകാശവും ഞങ്ങൾക്കുണ്ട്, വേദലക്ഷ്മിക്കുണ്ട്, മസ്താനിക്കുണ്ട്. ഞങ്ങളത് തുറന്നു പറയുന്നതിന് ബിഗ് ബോസിന്റെ എന്ത് ഫണ്ടമെന്റലാണ് ഞങ്ങൾ ബ്രേക്ക് ചെയ്തിട്ടുള്ളത്? ശ്രീ മോഹൻലാൽ പറഞ്ഞ കാര്യം അതാണ്. ബിഗ് ബോസിന്റെ ഫണ്ടമെന്റൽ ബ്രേക്ക് ചെയ്തു എന്ന് പറഞ്ഞത്. ഫണ്ടമെന്റൽ ആയിട്ടുള്ള അവരുടെ ഒരു റൂൾസ് ഉണ്ടാവാം, അത് ബ്രേക്ക്. അപ്പോൾ അതിൽ എഴുതി വെച്ചിട്ടുള്ളത് ഇങ്ങനെ ആരും എതിർക്കാൻ പാടില്ല, നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള അഭിപ്രായം പറയാൻ പാടില്ല, അങ്ങനെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. എനിക്കറിയില്ല. അപ്പം എനിക്കതിനോട് പരിപൂർണ്ണ, അതായത് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. വേദലക്ഷ്മിക്ക് അയാളുടെ ആ സ്ത്രീന്റെ കുട്ടികളെ ആലോചിച്ചിട്ടായിരിക്കാം ചിന്തിച്ചിട്ടുണ്ടാവുക. പല രീതിയിലാണ് ആളുകൾ ഇമോഷണലി കണക്റ്റഡ് ആയി കിടക്കുകയാണ്. അവർ ചിന്തിക്കണ്ടാവും, എൻ്റെ മക്കൾ വലുതാവുകയാണ്, അവരിത് കാണുകയാണ്. ഒരുപാട് മാതാപിതാക്കൾക്കുണ്ട് സ്വന്തം മക്കൾ വളർന്നു വരുമ്പോൾ. കാരണം ഇത് നോർമലൈസ് ചെയ്ത് കഴിഞ്ഞു. അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ വോട്ട് ചെയ്ത് അവിടെ നിർത്തിയിട്ടുള്ളത് അത്രയധികം ആളുകളാണ്, ആ രണ്ടുപേരെ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ പുരോഗമനം ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കാം. ഒരു നാട്ടിൽ മൊത്തം ആണും ജീവിക്കട്ടെ, പെണ്ണും ജീവിക്കട്ടെ എന്ന് പറയുന്ന പുരോഗമന ആളുകളായിരിക്കാം വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, അതിനേക്കാളും വലിയൊരു വിഭാഗം ആളുകൾ അതിനെ എതിർക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ നാടിന്റെ ഒരു എന്താ പറയാ, മൂല്യം നഷ്ടപ്പെടും എന്ന് പറയുമല്ലോ, വാല്യൂസ് നഷ്ടപ്പെടും എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. നമ്മളൊക്കെ മാനുഷിക ജീവികളാണ്, അതായത് മനുഷ്യരാണ്. നമ്മൾ പരസ്പരം കണക്റ്റഡ് ആണ്. നമ്മൾ നോർമലി ജീവിക്കുന്നതിനെ മാറ്റി വെച്ചിങ്ങോട്ട് ഒരു തരം താഴ്ന്ന അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ജീവിക്കാൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നാടിന്റെ അവസ്ഥ എന്ന് എനിക്കറിയില്ല. വരുന്നോ വെച്ച് കാണാം. പക്ഷെ ഞാനീ പറഞ്ഞതാണ്, നൂറ ആദില അവർ ജീവിക്കാതിരിക്കുക, ഒരുമിച്ച് പാടെ ഉറങ്ങുക, എന്തെങ്കിലുമൊക്കെ ആവട്ടെ, അത് നമ്മൾ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷെ നമ്മൾ അവരെന്ത് ചെയ്യണില്ല, അംഗീകരിക്കണില്ല. പെണ്ണും കൂടി ജീവിക്കുകയാണ് എന്ന് പറയുന്ന കാര്യം അംഗീകരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ നാട്ടിലുണ്ട്. അവരവരുടെ അഭിപ്രായം തുറന്നു തന്നെ പറയും. അതേ അവരെ വെടിവെച്ച് കൊന്നിട്ടോ തൂക്കി കൊന്നിട്ടോ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ഫണ്ടമെന്റൽ എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്താക്കാനോ വാടിപ്പിക്കാനോ എന്ത് റൈറ്റാണ് ബിഗ് ബോസിനുള്ളത്? എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അവകാശങ്ങളും ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും ഇല്ലേ? അത് അങ്ങനെ സ്വീകരിക്കാൻ കഴിയണില്ല എന്ന് കഴിഞ്ഞാൽ ഈ പരിപാടി നടത്തിപ്പോണം എന്തിനാണ്? ഇത് പൂട്ടിക്കൂടെ? കുറെ എല്ലാ സീസണിലും ഉണ്ടാവുമല്ലോ ഇതേപോലത്തെ ബിഗ് ബോസിന്റേതായിട്ടുള്ള ഫണ്ടമെന്റൽസ്. ഇത് നിങ്ങളുടെ ഷോ ആണ്. അപ്പോൾ ജനങ്ങളെ എത്തിക്കിടരുത്. ജനങ്ങൾ വോട്ട് ചെയ്തതുകൊണ്ടാണ് ആളുകളോട് നിൽക്കണമെന്നുള്ള അത്തരം പച്ചക്കള്ളം പറയരുത്. ബിഗ് ബോസിന് ഇഷ്ടമുള്ള ആളുകളെ നിർത്തുക, ബിഗ് ബോസിന് ഇഷ്ടമില്ലാത്ത ആളുകളെ പറഞ്ഞേക്കുക. ഇത് മാത്രമാണ്. ഇത് ഉറപ്പായിട്ടും ഒരു മ്യൂസിക്കൽ റിയാലിറ്റി ഷോ പോലെ തന്നെ ഒരു ഷോ മാത്രമാണെന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ജനങ്ങൾ എന്ന് പറഞ്ഞിട്ട് മോഹൻലാലിനെ ബിഗ് ബോസിന് പൊട്ടനാക്കാൻ പറ്റും, ബിഗ് ബോസിന്റെ പ്രവർത്തകർക്ക്, അണിയറ പ്രവർത്തകർക്ക്. പക്ഷെ ഞങ്ങളെ പറ്റില്ല. ഞങ്ങൾക്ക് നല്ല ബുദ്ധിയും ബോധമുണ്ട്. ഞങ്ങൾക്ക് മനസ്സിലാവും ബിഗ് ബോസ് കണ്ടാൽ നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ക്രിപ്റ്റ് ഇല്ല എന്നുള്ള കാര്യം ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ തീരുമാനങ്ങൾ എടുക്കുന്നതും അത് വേണ്ടെന്ന് വെക്കുന്നതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും എല്ലാം ഈ ഷോന്റെ അണിയറ പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്ന് അംഗീകരിച്ചേ പറ്റുള്ളൂ.